ആദരണീയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത് അറബി പരിഭാഷ ബൈബിളിലുണ്ട്. അതിൻ്റെ ഉള്ളടക്കത്തിൽ യാഹ്വേ കർത്താവ്, സൃഷ്ടാവ് എന്നൊക്കെയുള്ള രൂപത്തിൽ അള്ളാഹു എങ്ങനെയാണ് ഈ പരാമർശം കടന്നു വന്നത്? ഇത് വളരെ ചരിത്രപരമായി വിശകലനം ചെയ്യേണ്ട പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അള്ളാഹു എന്ന ഈ പദം അറബിയിൽ സാധാരണഗതിയിൽ ദൈവം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്ന പദം തന്നെയാണ്. രണ്ട് തരത്തിൽ വേണം അള്ളാഹു എന്ന പദത്തെക്കുറിച്ചുള്ള അതിൻ്റെ വിശദീകരണം നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹു എന്നത് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിന് മുമ്പ് അറേബ്യയിലെ ഗോത്ര വംശജരായ ആളുകൾ ഒരു സുപ്രീം ഗോഡിൻ്റെ പേരായി പറഞ്ഞു വന്നിരുന്നു. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന കവിതകളും ഗാനങ്ങളും ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം അന്നും നിലവിലിരുന്നിരുന്നു. ജാഹിലിയ എന്നാണ് ആ കാലഘട്ടത്തെ അറിയപ്പെടുന്നത്. അള്ളാഹു എന്ന ഈ പദം അവിടെ പാർത്തിരുന്ന ഗോത്രവംശജരായ ആളുകളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ പേര് പ്രഥമദൃഷ്ട്യാ അഡ്രസ് ചെയ്യുന്നത് ഒരു ഗോത്രദേവനാണ്. ഈ ഗോത്രദേവൻ വാദ് എന്നറിയപ്പെടുത്തിയിരുന്നു. അത് ചന്ദ്രനായിരുന്നു. വാദ് എന്ന ഈ ഗോത്രദേവനെ മെസപ്പൊട്ടേമിയയിലെ ആളുകൾ ഹുബാൽ എന്ന് പറഞ്ഞിരുന്നു. ഉത്തര മെസപ്പൊട്ടേമിയയിലെ ആളുകൾ ഈ ദേവനെ ഉട്ടു എന്ന് പറഞ്ഞിരുന്നു. അനു എന്ന ചന്ദ്രദേവനെ വിളിച്ചിരുന്ന ചില ഗോത്രവംശജരും ഉണ്ടായിരുന്നു. ഹുബാൽ എന്ന ഈ ദേവൻ കാലാന്തരത്തിൽ രൂപഭാവ ഭേദങ്ങൾ അതിലൂടെയൊക്കെ പരിവർത്തനം ചെയ്ത് അള്ളാഹു എന്ന രൂപത്തിലേക്ക് എത്തുകയായിരുന്നു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ഇസ്ലാം മതം ശക്തിപ്പെട്ട ശേഷം അള്ളാഹു എന്ന ആ ഗോത്രദേവനെ സാർവത്രിക സൃഷ്ടാവായി, ദേവനായി, പ്രപഞ്ച കാരണഭൂതനായി ഇസ്ലാമാണ് അവതരിപ്പിച്ചത്. അതിനു മുമ്പ് കമ്മ്യൂണിക്കേഷന് വേണ്ടി അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതെല്ലാം രൂപത്തിലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ അള്ളാഹു എന്ന പദത്തെക്കുറിച്ച്, അള്ളാഹുവിനെ ഏതെല്ലാം രൂപത്തിൽ അറബികൾ പൂജിച്ചിരുന്നു എന്ന് പറയാൻ ആയിട്ട് ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്താം. അത് പ്രൊഫസർ മുഹമ്മദ് അലി എഴുതുകയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ള അറബി സാഹിത്യം എന്ന കൃതിയാണ്. ഇതിനു മുമ്പ് ഞാൻ പ്രൊഫസർ ടി ജമാൽ മുഹമ്മദിൻ്റെ അറബികളുടെ ചരിത്രം എന്ന ഒരു പുസ്തകത്തെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഒരു ഗോത്രദേവൻ എന്ന വസ്തുത സ്ഥിരീകരിക്കുകയുണ്ടായി. എന്നാൽ ജമാൽ മുഹമ്മദ് സാർ തന്നെ മുമ്പോട്ട് വന്ന് അങ്ങനെയല്ല എന്നൊരു രൂപത്തിൽ സംസാരിക്കുകയും യൂണിവേഴ്സിറ്റി ടെക്സ്റ്റായി ഉപയോഗിച്ചിരുന്ന ആ പുസ്തകം അടുത്ത പതിപ്പിൽ താൻ തിരുത്തും എന്നും പറഞ്ഞിരുന്നു. പരിക്ഷീണനായ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുൽ നാസർ മീരാനുമായി സംസാരിക്കുന്നത്. ആ വീഡിയോയും നിങ്ങൾ കണ്ടു. എന്നാൽ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ഡോക്ടർ ടി ജമാൽ മുഹമ്മദിന് തിരുത്താൻ പറ്റുന്ന വിധത്തിലല്ല ഈ പ്രമേയത്തിൻ്റെ കിടപ്പ്. കാരണം കെ ഹസൻ എന്ന ഒരു മലയാളിയുടെ ചരിത്രകൃതിയുണ്ട്. അത് ഡോക്ടർ ജമാൽ മുഹമ്മദും കോട്ട് ചെയ്യുന്നുണ്ട്. നൂറുകണക്കിന് ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ട്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉദ്ധരിച്ചാൽ അത് ഓറിയൻ്റലിസ്റ്റുകളുടെ വ്യാഖ്യാനമാണ് എന്ന നിലയിലേക്ക് അവ ഏതെങ്കിലും വിധത്തിൽ എന്താണ് പറയുക, നിങ്ങൾ തിരസ്കരിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അറബി സാഹിത്യം എന്ന ഈ കൃതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, അള്ളാഹു എന്നത് ഒരു ഗോത്രദേവനായിരുന്നു. ആ ഗോത്രദേവന് ലാത്തയും മനാത്തയും ഉസയുമായി 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. ഇതാണ് വസ്തുത. അപ്പോൾ ഞങ്ങൾ ഇത് കൂടെ പറയുകയും അത് ഉദ്ധരിക്കുകയും ചെയ്യാനുള്ള കാരണം, ഇസ്ലാം എന്ന മതവും അത് പഠിപ്പിക്കുന്ന വിശ്വാസവും ഏകസത്യ ദൈവം എന്ന ഒരു രൂപേണയാണെന്നാണ്.
പക്ഷേ ആ ഏകസത്യ ദൈവം എന്ന് പറയുന്നത് ഖുറൈശികളുടെ 360 ദേവന്മാരിൽ ഒരു ദേവന്റെ പേർ മാത്രമാണ്. ആ ദേവനെ പ്രകീർത്തിക്കുന്ന, പ്രതിനിധീകരിക്കുന്ന കാബയിലെ കറുത്ത ശിലയും ഒരു വിഗ്രഹമായി നിലകൊള്ളുന്നു. ആ കാബയിലെ കറുത്ത ശിലയെ പൂജിക്കുന്ന ഏർപ്പാട് മുഹമ്മദായി തുടങ്ങി വെച്ചതല്ല, അതിനു മുമ്പ് ഉണ്ടായിരുന്നു. മക്കയുടെ അക്കാലഘട്ടത്തിലെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ ഉക്കാൾ എന്നു പേരായ ഒരു കോൺഫറൻസ്, ഒരു പൊതുപരിപാടി, ഏതാണ്ട് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെയർ ആ രാജ്യത്ത് നടന്നിരുന്നു. ഒരു മേള നടന്നിരുന്നു. ഈ മേളയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന പതിവുണ്ട്. ആ മേള രസാവഹമായ ഒട്ടേറെ കാഴ്ചകളുടെ, കലാപ്രകടനങ്ങളുടെ, അന്നത്തെ ആവിഷ്കൃതരായ ബെഡൂബിയൻ ഗോത്രവംശജരുടെ ഇടയിലെ സർഗാത്മകമായ ബോധത്തെ പരിപോഷിപ്പിക്കാനും ഒക്കെ ഉതകുന്ന വിധത്തിൽ ഉള്ളതായിരുന്നു. ആ ഉക്കാള് എന്നറിയപ്പെടുന്ന കോൺഫറൻസിൽ, ആ ഫെയറിൽ, ആ മേളയിൽ പങ്കെടുത്ത് പ്രധാനമായും കവിതകൾ ആലപിക്കുകയും ആ കവിതകൾ പ്രചുരപ്രചാരം നേടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരം ഘടകങ്ങളുടെ എല്ലാ സ്വാധീനം നമുക്ക് ഖുർആന്റെ രൂപീകരണത്തിലും കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ഖുർആൻ എന്ന കൃതി ഒരിക്കലും മൗലികമായ ഒരു സിദ്ധാന്തത്തെ അല്ല ഉയർത്തിപ്പിടിക്കുന്നത്. അവിടെ പറയുന്ന അള്ളാഹു എന്ന വ്യക്തിയും ഒരു മൗലികമായ ദൈവാവബോധത്തിൻ്റെ പ്രതീകമല്ല, മറിച്ച് വിഗ്രഹമുള്ള, അതുപോലെ തന്നെ ഗോത്രവംശജർ ഉൾക്കൊണ്ടുപോന്നിരുന്ന ബെഡൂബിയൻ ഗോത്രവംശജരുടെ അപരിഷ്കൃതമായ ഒട്ടേറെ ചിന്തകൾക്ക് പാത്രീഭൂതനായി തീർന്നിട്ടുള്ള ഒരു ഗോത്രദേവൻ തന്നെയാണ്. അത് എങ്ങനെയാണ് ബൈബിളിലേക്ക് കടന്നത് എന്ന് ഞാൻ പറയാം. അതോട് ബന്ധപ്പെട്ട് തന്നെ ഞാനിവിടെ ചില ഖുർആൻ വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഖുർആൻ വചനങ്ങളൊക്കെ തന്നെ എൻ്റെ പക്കലുള്ള ഒരു ഖുർആനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത്, അതിലെ റെഫറൻസുകൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയോ എന്ന് വിചിന്തനം ചെയ്യാനുമുള്ള അവസരമുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ ഈ ചിന്തയ്ക്ക് വിശദീകരണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ എന്ന മറ്റൊരു കൃതിയാണ്. അതും ഇസ്ലാമിക പക്ഷത്ത് തന്നെ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങൾ നമുക്ക് നോക്കാം. അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായ ഈശ്വരൻ. അൽ ഇലാഹ് എന്നീ 2 പദങ്ങളുടെ സമുച്ചയമാണ് അള്ളാഹു. ഈ അള്ളാഹു എന്ന പദം അല്ലാഹു എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്. ഇംഗ്ലീഷിൽ ALLAHU, അള്ളാഹ്. ഈ ശരിക്കും അതിൻ്റെ ഉച്ചാരണത്തിൽ ലാ അങ്ങനെ തന്നെ പറയുന്ന ഒരു രീതി അമുസ്ലിങ്ങൾ സ്വീകരിച്ച് വരുന്നുണ്ട്. ചില മുസ്ലിങ്ങളും അങ്ങനെ തന്നെ അറിയാതെ ഉച്ചരിക്കാറുണ്ട്. ശരിയായ ഉച്ചാരണം അല്ലാഹു എന്ന് തന്നെയാണ്. അള്ളാഹ്. ഈ അള്ളാഹു അലിഫ്, ലാം, ഹ എന്നീ അക്ഷരങ്ങളുടെ സമുച്ചയമാണ്. അലിഫ്, ലാം, എന്നിങ്ങനെ 4 അറബി അക്ഷരങ്ങൾ. അബ്ജദ് എന്നറിയപ്പെടുന്ന ഒരു സംഖ്യാശാസ്ത്ര വിചിന്തനം അനുസരിച്ച് അള്ളാഹുവിൻ്റെ അക്കവില 66. അക്കവില കൂട്ടുന്ന ആ രീതി അനുസരിച്ച് 66. ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ സംഖ്യ സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ നമുക്ക് ഈ എൻസൈക്ലോപീഡിയ പരിശോധിച്ച് മുമ്പോട്ട് വരാം. ഇസ്ലാമിന് മുമ്പ് തന്നെ അള്ളാഹു എന്ന പദം അറബികൾ ഉപയോഗിച്ചിരുന്നു. അതിന് അദ്ദേഹം തെളിവായി പറയുന്നത്, ഇതിൻ്റെ ഓദർ തെളിവായി പറയുന്നത്, നബിയുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നായിരുന്നു. പൗരസ്ത്യ നാടുകളിലും ക്രൈസ്തവരും ദൈവത്തെ അള്ളാഹു എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇവിടെ മുതലാണ് ശ്രദ്ധിക്കേണ്ടത്. പൗരസ്ത്യ നാടുകളിലെ ക്രൈസ്തവര് അള്ളാഹു എന്ന് ദൈവത്തെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ശ്രദ്ധിക്കണം, എന്നാൽ ഇസ്ലാമിക സങ്കല്പങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഈ പേരിനുള്ളത്. അപ്പോൾ ക്രൈസ്തവർ അള്ളാഹു എന്ന് ഉദ്ധരിച്ചതും ഇസ്ലാം ഉദ്ധരിച്ചതും 2 രൂപത്തിലാണ് എന്ന് ഇസ്ലാമിക് എൻസൈക്ലോപീഡിയയിൽ പറയുന്നു. അത് എന്തുമായിക്കൊള്ളട്ടെ, ഇതിപ്പോൾ അതിന് പുതിയൊരു വ്യാഖ്യാനമായിട്ട് ഇവരെത്താനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ കൃതിയെ അങ്ങ് തള്ളിക്കളയും, അതിനാണ് സാധ്യത. ഇന്നലെ നമ്മൾ കണ്ടു, വിചാരധാരയുടെ ചർച്ച നടക്കുമ്പോൾ സംഖ്യകൾക്ക് വേറെ വഴിയില്ല, അവസാനം വിചാരധാരയെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ദാവാ പ്രഭാഷകരും തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പത്തെ ഒരു ലൈവിൽ പറഞ്ഞതുപോലെ ആയിഷ ബീബിയുടെ പ്രായം ഒറ്റയടിക്ക് 6 നിന്ന് 18 ഉയർത്തി. 6, 3, 18 എന്ന നിലയിലേക്ക് പ്രായം ഉയർത്തുവാൻ ദാവാ പ്രഭാഷകർ തയ്യാറാകുന്നു. ഒരു കൂട്ടർ അതിനാണ് തുനിയുന്നതെങ്കിൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ഈ ദീർഘനാള് മുഹമ്മദിന് ശേഷവും ജീവിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയാണല്ലോ അവർ, അതുകൊണ്ട് തൻ്റെ ആ നബിചര്യകളെ ലോകത്തെത്തിക്കാൻ ഇത്തരം ഒരാൾ ആവശ്യമായിരുന്നു. അതിനാണ് 54 വയസ്സിൽ കൊച്ചു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ഉള്ള ന്യായീകരണവും നമ്മൾ കേട്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ
എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം ദാവ പ്രഭാഷകരെ അസ്വസ്ഥചിത്തരാക്കുന്നു എന്നതും അവർ ന്യായീകരണത്തിൽ നിന്ന് പുതിയ പുതിയ തലങ്ങൾ തേടുന്നു എന്നതും ഈ വസ്തുതയുടെ ഉള്ളടക്കരാഹിത്യത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇതുപോലെ ഇവിടെ കൃത്യതയോടുകൂടി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു, ക്രൈസ്തവർ ഉപയോഗിച്ച അള്ളാഹു എന്ന പദവും ഇസ്ലാം ഉപയോഗിച്ച അള്ളാഹു എന്ന പദവും രണ്ടർത്ഥത്തിൽ വേണം എടുക്കാൻ എന്ന് കൃത്യം പറയുന്നു. പരമമായ നാമമാണ് ആണത്. അള്ളാഹു എന്ന പേര് പറയുമ്പോൾ സാധാരണയായി അസവജ്ജല, ജല്ല ജലാലുഹു തുടങ്ങിയ വിശേഷണങ്ങൾ ചേർക്കാറുണ്ട്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ മാഹാത്മ്യം രാജ്യത്വവും ദ്യോതിപ്പിക്കാനാണ് ഈ വിശേഷണങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇവര് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളായിട്ട് 99 പദങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. അള്ളാഹു, അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ് പരമപരിശുദ്ധൻ എന്നർത്ഥത്തിൽ, അസ്സലാം സമാധാനം നൽകുന്നവൻ, അൽ മുഅമീൻ, അൽ ജബ്ബാർ സർവാധിപതി, അൽ മുക്തബീർ ഗാംഭീര്യ ഉടയവൻ, അൽ കലീം സൃഷ്ടാവ്, അൽ ബാരി നിർമ്മിതാവ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ 99 പദങ്ങൾ. ഇനി അള്ളാഹുവിനെ കുറിച്ചുള്ള അടുത്ത ഒരു പ്രയോഗം ഖുർആൻ 112 അധ്യായത്തിൽ കാണുന്നു. പറയുക, അവൻ അള്ളാഹു ആകുന്നു, അവൻ ഏകൻ, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത അവൻ സർവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാകുന്നു. അല്ലാഹ്, അവന് സന്താനം ഉണ്ടായിട്ടില്ല, ആരുടെയും സന്തതിയുമായിട്ടില്ല, അവന് തുല്യനായി ആരുമില്ല. അപ്പോൾ ലാത്ത, മനാത്ത തുടങ്ങിയവരെ തള്ളിപ്പറയുന്ന ഒരു ഭാഗമാണിത്. അങ്ങനെ ഈ അള്ളാഹു എന്ന ഗോത്രദേവനെ സാർവത്രിക ദേവനാക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട വഴിക്ക് പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്ത വിധം എപ്പോഴും ഈ 3 പെൺകുട്ടികൾ അള്ളാഹുവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കിടക്കും. ഇതിൽ മക്കയ്ക്ക് തെക്കുള്ള നഖ്ല എന്ന പ്രദേശത്ത് ഈ അല്ലൂസയ്ക്ക് ടെമ്പിൾ ഉണ്ടായിരുന്നു. വലിയ ദുർമൂർത്തിയായിരുന്നു അവർ. ഇനി മനാത്തെ ആകട്ടെ അവര് വിധിയുടെ ദേവതയായിരുന്നു. അപ്പോൾ ഇത്തരം വിധിസങ്കല്പങ്ങളിലും ഒക്കെ വിശ്വസിച്ചു പോന്നിരുന്ന ആളുകളിൽ നിന്ന് ഈ അള്ളാഹു എന്ന ദേവനെ മാത്രം നിലനിർത്തി ബാക്കി മുഴുവൻ ദേവീദേവന്മാരെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഇസ്ലാമിക തത്വചിന്തയ്ക്ക് ആവിർഭാവം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇനി അള്ളാഹുവിനെ നിങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അറബി ബൈബിളിൽ എങ്ങനെയാണ് ഈ പദം വന്നത് ആദ്യം പറയാം. നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഈ വലിയ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 634 മുതൽ 750 വരെയുള്ള ഈ കൊടും പോരാട്ടങ്ങളുടെ കാലത്തൊന്നും കാര്യമായൊരു വിവർത്തന പദ്ധതിയൊന്നും അറബി സാഹിത്യത്തിലേക്കൊന്നും ഉണ്ടായില്ല. അതിനൊക്കെ മുമ്പുണ്ടായിരുന്നു. അറബി സംസാരിക്കുന്ന ആളുകൾ, അറബി ഒന്നാമത് സെമിറ്റിക് ഭാഷയിലെ ഏറ്റവും ചെറിയ താരതമ്യേന പുതിയ ഭാഷയാണ്. അത് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഭാഷയാണ്. സെമിറ്റിക് ഭാഷകളിൽ എബ്രായ ഉണ്ട്, എബ്രായ ഭാഷയുടെ ഒരു വകഭേദമായ അരാമിക് ഉണ്ട്, എത്യോപ്യൻ ഉണ്ട്, ഹിമ്യറിക് ഉണ്ട്, സബായിയൻ ഉണ്ട്. ഈ ഭാഷാഗണത്തിൽ വളരെ ചെറുതായ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള ഭാഷകളിൽ ഒന്നാണ് അറബി എന്ന് പറയുന്നത്. ഈ അറബി ഭാഷ ഖുർആനോ മുഹമ്മദോ വരുന്നതിന് മുമ്പ് കവിതകളാലും വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളാലും അക്കാലഘട്ടത്തിൽ നിലയിലൊക്കെ തന്നെ അത് സമ്പന്നമായിരുന്നു. വളരെ രസകരമായ ഒട്ടേറെ കാര്യങ്ങൾ അറബി ഭാഷയെക്കുറിച്ച് പറയാനുണ്ട്. ഒട്ടകം എന്നതിന് 100 പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. 100 പദങ്ങൾ എടുക്കാം. പെണ്ണൊട്ടകം എന്ന് പറയാൻ 225 പരം പദങ്ങളുണ്ട്. മേഘം എന്ന് പറയാൻ 50 പരം പദങ്ങളുണ്ട്. അങ്ങനെ പദസമ്പത്തുള്ള ഒരു ഭാഷയായിരുന്നു അന്ന് അറബി എന്ന് ഓർക്കണം. അപ്പോൾ ഈ ഭാഷ അത് ശക്തിപ്പെട്ടു. ഇസ്ലാമിൻ്റെ വ്യാപനം കൂടിയായപ്പോൾ അറബി ഭാഷയ്ക്കും സ്വാഭാവികമായിട്ട് സ്വാധീനമുണ്ടായി. അങ്ങനെ ഒരു കാലഘട്ടം ഒരു കാര്യം അറിയേണ്ടത്, 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഏറ്റവും ലോകത്ത് തന്നെ ശക്തമായ ഒരു മതമായിരുന്നു ഇസ്ലാം എന്ന് മനസ്സിലാക്കണം. 17-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലുണ്ടായ പ്രത്യേക തരത്തിലുള്ള നവോത്ഥാന ചിന്തകൾ, നവീകരണ ചിന്തകൾ, ആധുനികതയുടെ മുന്നേറ്റം, അതുപോലെ തന്നെ റെനൈസൻസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇവയുടെയൊക്കെ അതിശക്തമായ മുന്നേറ്റത്തിൽ കടപുഴകിയ ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രാകൃതമായ ചിന്തകളോ ധാരണകളോ കാഴ്ചപ്പാടുകളോ ഒരു നവയുഗത്തിന് ചേരുന്ന വിധമായിരുന്നില്ല. അതുകൊണ്ട് 1000 ആണ്ട് നീണ്ടു നിന്ന ഇസ്ലാം സത്യത്തിൽ റോമൻ ഭരണാധിപത്യം പോലും ഒരു 100-300 കൊല്ലം, ശരിക്കും നിന്നത് 100 കൊല്ലമാണ്. അതിൻ്റെ ആ സർവാധിപത്യ ബോധത്തോടൊക്കെ നിന്നത് 100 കൊല്ലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 200 കൊല്ലം 100 കൊല്ലമൊക്കെയാണ് സാമ്രാജ്യങ്ങൾ ലോകത്ത് നിലനിന്നത്. പക്ഷെ 1000 വർഷമാണ് ഇസ്ലാം ലോകത്ത് പിടിച്ചു നിന്നത്. എന്നിട്ടും
ഈ അറബി ഭാഷയെ ലോകഭാഷയാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതാണ്ട് 100-200 കൊല്ലങ്ങൾ മാത്രം, 100 കൊല്ലം കൂട്ടിയാൽ മതി, 100 താഴെയുള്ള കാലഘട്ടം, അത്രയേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ മാത്രം നിലനിന്ന മാസിഡോണിയ അല്ലെങ്കിൽ അലക്സാണ്ടറുടെ സാമ്രാജ്യം ചുരുങ്ങിയ നാൾ കൊണ്ട് ഗ്രീക്കിനെ ലോകഭാഷയാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബ്രിട്ടൻ പരിമിതമായ കാലത്താണ് ലോകത്തെ ഭരിച്ചത്, പക്ഷേ അവർ ഇംഗ്ലീഷിനെ ലോകഭാഷയാക്കി മാറ്റുന്ന കാഴ്ച കണ്ടു. റോമക്കാർ ചുരുക്കം കാലഘട്ടമാണ് ലോകത്തെ നയിച്ചത്, പക്ഷെ അവർ ലാറ്റിൻ മുഖ്യ സമ്പർക്ക ഭാഷയാക്കി ലിംഗ്വ ഫ്രാങ്കോ ആക്കി മാറ്റുന്ന കാഴ്ച കണ്ടു. പക്ഷെ അറബിക്ക് കുറെ ഇടങ്ങളിൽ സ്വാധീനമുണ്ടായി എന്നതൊഴിച്ചാൽ മുസ്ലിങ്ങൾക്കും അത്തരത്തിലുള്ള ചില ജനതകൾക്കിടയിൽ മാത്രമായി അറബി ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അറബിയെ പിന്തള്ളിക്കൊണ്ട് മറ്റനവധി ഭാഷകൾ മുമ്പോട്ട് വരികയും ഒക്കെ ചെയ്തു. എന്നാലും മിഡിൽ ഈസ്റ്റ് മേഖലകളിലെ മുഖ്യ സമ്പർക്ക ഭാഷയായി തന്നെ അറബി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രാധാന്യത ഞാൻ കുറച്ചു കാണുന്നില്ല. എന്നാൽ ഇസ്ലാമിയരുടെ ഒരു വാദം ഈ അറബി മറ്റേതോ ഭാഷകളെക്കാൾ ശ്രേഷ്ഠമാണെന്നാണ്. യഹൂദന്മാർ എബ്രായിക്കും അതേ പരിഗണനയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിലൊന്നും യാതൊരു അർത്ഥമുള്ള കാര്യമല്ല. ഈ ഭാഷ ദൈവികമാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധി. അത് ചില ഭാഷകൾക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ഇഴയെടുപ്പം കാണും. നമ്മൾ സംസാരിച്ച് വരുന്ന ആ കാര്യത്തിൻ്റെ മനഃശാസ്ത്രപരമായ ഒട്ടേറെ സ്വാധീനം ഭാഷയ്ക്ക് ചെലുത്താനുണ്ട്. അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഏതോ ഈ ഒരു ഭാഷ പരിശുദ്ധമാണെന്നും അത് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദാനമാണെന്നും അതുവഴിയാണ് ദൈവം മനുഷ്യരാശിയോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തം തന്നെയാണ്. എനിവേ, ഇപ്പോൾ എങ്ങനെയാണ് ഇത് അറബിയിൽ ഈ അള്ളാഹു എന്ന പദപ്രയോഗം ഉണ്ടാകുന്നത് എന്നാണല്ലോ നമ്മൾ ചുരുക്കമായി ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഏതാണ്ട് AD 942 അന്നത്തെ അന്ത്യോക്യൻ പാത്രിയാർക്കിസാണ് അറബി സ്പീക്കിംഗ് പീപ്പിൾസ്, അറബ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻസിന് അവരുടെ ഇടയിലേക്ക് അവരുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ ബൈബിൾ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു. അവർക്ക് വേണ്ടി ഒരു പരിഭാഷാ സമിതിയെ ചുമതലപ്പെടുത്തി. അപ്പോൾ അതിൽ അവർ പ്രധാനമായും ഇതിന് നേതൃത്വം കൊടുക്കുവാൻ പാത്രിയാർക്കീസ് കണ്ടെത്തിയത്, കൂലി കൊടുത്ത് തന്നെ കണ്ടെത്തിയത്, ഇബു ഉൽ അസാൽ എന്നു പേരായ ഒരു മുസ്ലിം പണ്ഡിതനെയാണ്. അദ്ദേഹം കേവല അറബി ഭാഷാ വിദഗ്ധൻ മാത്രമല്ല, ഒരു നല്ല മുസ്ലിമായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിമായ അദ്ദേഹത്തെ, ഇബു ഉൽ അസാലിനെയാണ് പരിഭാഷയ്ക്ക് ക്ഷണിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് കൊണ്ട് പരിഭാഷയ്ക്ക് വേണ്ടി ബെഞ്ചമിൻ ബെയ്ലി കണ്ടെത്തിയത് ചാത്തു മേനോൻ എന്നു പേരായ ഒരു മാന്യദേഹത്തെയാണ്. അതുപോലെ വൈദ്യനാഥ അയ്യർ എന്ന മറ്റൊരു മാന്യദേഹത്തെയും. 2 ഹൈന്ദവരാണ് മലയാള പരിഭാഷയിൽ അവരുടെ സംഭാവനകൾ നമുക്ക് നൽകിയത്. അതിനു മുമ്പ് തന്നെ മലയാള ഭാഷാ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ലക്ഷണമൊത്ത ഒരു മലയാള പരിഭാഷ അതിനുശേഷം വൈദ്യനാഥ അയ്യരും ചാത്തു മേനോനും അതുപോലെ തന്നെ മോസസ് ഇസാർഫതിയുടെ മേൽനോട്ടത്തിൽ, അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ഈ മോസസ് ഇസാർഫതി കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് മലയാള പരിഭാഷ ഉണ്ടാകുന്നത്. ഇസ്ലാമിയനായ ഇബു ഉൽ അസാലിൻ്റെ നേതൃത്വത്തിലാണ് ഒരു അറബി ബൈബിൾ രൂപപ്പെടുന്നത് AD 942. അതുകൊണ്ട് തന്നെ ഈ ദൈവം യാഹ്വേ എന്നൊക്കെ പറയേണ്ട ഇടത്ത് വിശ്വത്തെ മുഴുവൻ നിർമ്മിച്ച ഒരു ദേവൻ എന്ന സങ്കല്പം, ഒരു ദൈവം എന്ന സങ്കല്പമാണ് ഏതൊരു മുസ്ലിമിൻ്റെ ഉള്ളിലുള്ളത്. അതിനകത്ത് ഞാൻ തെറ്റ് പറയില്ല. ആ സങ്കല്പം നല്ലതാണ്, ആ ധാരണ നല്ലതാണ്. എന്നാൽ ആ ധാരണയുടെ പിശക് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രത്തിൻ്റെ അടിവേരുകൾ ചികഞ്ഞാൽ അതൊരു ദേവൻ്റെ പേരായിരുന്നെന്നും അത് ഹുബാൽ എന്നോ വാദ് എന്നോ അനു എന്നോ എൻഗി എന്നൊക്കെ പൗരാണിക ലോകത്തെ വ്യത്യസ്ത ഗോത്രവംശജരായ അറബികൾ വിളിച്ചു പോന്നിരുന്ന രാവിൻ്റെ ദേവനായ, കാരണം സൂര്യൻ്റെ കനത്ത ചൂടിൽ നിന്ന് രാവിൻ്റെ ആ ശീതളിമയിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യന് ചന്ദ്രൻ്റെ സാന്നിധ്യം കുളിര് പകരുന്ന ഒരു അനുഭവമായിരുന്നു. കിണറുകളെ പൂജിച്ചിരുന്ന, നീരൊഴുക്കുകളെ പൂജിച്ചിരുന്ന, ജലധാരകളെ പൂജിച്ചിരുന്നവരായിരുന്നു അറബികൾ. സംസം കിണർ പോലും ഈ അറബികൾക്ക് മുമ്പ്, നമ്മുടെ മുസ്ലിങ്ങൾക്ക് മുമ്പേ, ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് മുമ്പേ പൂജിക്കപ്പെടുന്ന ഇടവും പൂജിക്കുന്ന വസ്തുവും ഒക്കെ ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തേ പറയാൻ കാരണം, ഇബു ഉൽ അസാലിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ അള്ളാ എന്ന പദം നമ്മുടെ അറബി ബൈബിൾ പരിഭാഷയിൽ വരുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരിക്കലും അള്ളാ എന്ന പദം ബൈബിൾ പറയുന്ന യാഹ്വേ എന്ന പദത്തിൻ്റെ അർത്ഥം ദ്യോതിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയുമ്പോൾ എന്നെ ഇന്ന് വിളിച്ചിട്ട് ഒരു മാന്യ ക്രൈസ്തവ സ്നേഹിതൻ, ഒരു കാത്തലിക് സഹോദരനാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് ബൈബിൾ പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു മാന്യദേഹമാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ന്യായമായ ചോദ്യം, ഈ മലയാളം ബൈബിളിൽ പോലും പലതരത്തിൽ ഈ പരിഭാഷയിൽ എന്തിനാണ് പേര് പരിഭാഷപ്പെടുത്തുന്നത്? ഇപ്പം ഉദാഹരണം, നിങ്ങളുടെ പേര്, എൻ്റെ പേര് അനിൽ എന്നാണ്. എല്ലാ ഭാഷയിലും
അനിൽ എന്ന് തന്നെ ഈ പേര് നിൽക്കണ്ടേ? അത് ന്യായമാണ് അദ്ദേഹം ചോദിക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളെ പരതിയാൽ ഈ പേരിനല്ല മാറ്റം വന്നിരിക്കുന്നത്. പേര് ഉച്ചരിച്ച് ആളുകൾ അതിനെ വല്ലാതെ ആക്കി കളയുന്നു. ചിലരുടെ പേര് വഴങ്ങില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അത് പണ്ട് യഹൂദന്മാർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ്. റോമൻ സർവാധിപത്യം നിലനിൽക്കുന്ന കാലത്ത് അറബികളുടെ യഹൂദന്മാരുടെ പേര് ഒരിക്കലും റോമക്കാർക്ക് നാവിൽ വഴങ്ങില്ല. അപ്പോൾ അതിനുവേണ്ടി ഈ ആളുകൾക്ക് ഒന്നും രണ്ടും പേരിടുന്ന പതിവുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ യഹൂദന്മാർക്ക് റോമക്കാരിടുന്ന പേരുകൾ ഒരു റോമൻ ദേവന്റെ പേരായിരിക്കും. ഇത് അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന സ്ഥിതി വന്നു. അത് വരാതിരിക്കാൻ വേണ്ടി ഒരു കുട്ടി ജനിക്കുമ്പോഴേ 2 പേരിടുന്ന പതിവുണ്ടായി. 2 പേരിന് ഒരേ അർത്ഥമായിരിക്കും. ഉദാഹരണം, പൗലൂസ് എന്ന് പറഞ്ഞാലും ശൗലെന്ന് പറഞ്ഞാലും ചെറിയവൻ എന്നാണ് അർത്ഥം. ദീദിമോസ് എന്ന തോമസ്, ഇതിനെല്ലാം അർത്ഥം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ എന്തിനാണ് പറഞ്ഞത്? ചിലർക്ക് ഈ പേര് നാവിൽ വഴങ്ങില്ല. അപ്പോൾ അവർ ഈ പേരിനകത്ത് അല്പം വ്യത്യാസം ഉണ്ടാക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ നിരീശ്വരനായ യുക്തിവാദിയായ ജോസഫ് ഇടമറുകാണ്. ഇടമറുക് അദ്ദേഹത്തിൻ്റെ തേരാളിയിൽ പണ്ടൊരിക്കൽ തന്നെക്കുറിച്ച് തന്നെ എഴുതിയ ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു യോഗത്തിൽ സംസാരിക്കാൻ അദ്ദേഹം ചെല്ലുമ്പോൾ ജോസഫ് ഇടമറുക് എന്നത് ജോസഫ് ഇ.ഡി. മുരുകൻ എന്ന് അച്ചടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. കാരണം അവർക്ക് ഇടമറുക് എന്ന ആ പദം അങ്ങനെ അതൊരു തൊടുപുഴയിലെ സ്ഥലത്തിൻ്റെ പേരാണ്, അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ്. അപ്പോൾ ആ പേര് തമിഴർക്ക് അത്ര വശമല്ലാത്തതുകൊണ്ട് അവർ ഈ രൂപത്തിൽ അതിനെ ഉച്ചരിച്ചു പോന്നു. അദ്ദേഹം പാശ്ചാത്യരായ ആളുകളുടെ ഇടയിലേക്ക് യുക്തിവാദ സംബന്ധിയായ പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ഇടമറുക് എന്ന് വിളിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ എറ്റ്മാർക്ക് എന്ന് വിളിക്കാൻ തുടങ്ങി. എറ്റ്മാർക്ക് ചുരുക്കത്തിൽ ഇതിൻ്റെ ആ മൂലതന്തു ഒന്ന് തന്നെയാണ്. ഇതേ പ്രശ്നം യഹോശുവ എന്ന പേരാണ് യേശു ക്രിസ്തുവിനുള്ളത്. യഹോശുവ, യാഹുവേ, യാശ്വ, യഹോവ രക്ഷകൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അത് യഹോശുവ എന്ന പദം ഗ്രീക്കുകാർ ഈസൗ എന്ന് ഉപയോഗിച്ചു. അതുപോലെ മലയാളികളിലേക്ക് വരുമ്പോൾ യേശു എന്ന് ഉപയോഗിച്ചു. സായിപ്പ് ഈ ജീസസ് എന്ന് ഉപയോഗിച്ചു. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഈ പേരിലെ ഇത്തരം മാറ്റങ്ങൾ അത് നമുക്ക് അനിവാര്യമായിരുന്നില്ല. പരിഷ്കൃതമായൊരു കാലഘട്ടത്തിലും നമുക്ക് ആ പേരിനെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. യഹോശുവ, അതാണ് കൃത്യമായ പദപ്രയോഗം, അത് തന്നെ നിലനിർത്തേണ്ടതുണ്ട്. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഇന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ യാഹുവേ എന്ന് പഴയ നിയമത്തിൽ കാണുന്ന ഇടത്തെല്ലാം എന്തിനാണ് പുതുനിയമത്തിൽ കർത്താവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്? അതിനും കാരണമുണ്ട്. യഹൂദന്മാർക്കിടയിൽ ഈ ഭാഷ ഉപയോഗത്തിൽ വിശേഷിച്ച് റിലീജിയസ് ഹീബ്രു കൈകാര്യം ചെയ്യുമ്പോൾ, മതപരമായ എബ്രായ കൈകാര്യം ചെയ്യുമ്പോൾ അവർ സ്വീകരിച്ചിരിക്കേണ്ട ഒരു വലിയ അവർ ശീലിക്കേണ്ട നിയമമുണ്ട്. ആ നിയമം കെത്തീബ് ആൻഡ് കിരേ എന്നറിയപ്പെടും. കെത്തീബ് അർത്ഥം ടു റൈറ്റ് എന്നാണ്. കിരേ മീൻസ് ടു റീഡ് എന്നാണ്. കിരേ അത് കിരയിൽ നിന്നാണ് ഈ ഖുറാൻ എന്ന പദം ഉണ്ടായത്. വായിച്ചിരിക്കേണ്ട പുസ്തകം, വായിക്കുക എന്നൊക്കെയാണല്ലോ എൻ്റെ അർത്ഥം. ക്വറ ടു റീഡ് എന്നാണ് ഹീബ്രുവിൻ്റെ അർത്ഥം. ക്വറ ടു റീഡ്. അപ്പോൾ ഈ കെത്തീബ് അർത്ഥം ടു റൈറ്റ്, കിരേ മീൻസ് ടു റീഡ് എന്നാണ്. അപ്പോൾ എന്താണ് കെത്തീബും കിരയും? എബ്രായ ഭാഷയുടെ ഒരു നിയമമാണത്. ആ നിയമം അനുസരിച്ചുകൊണ്ട് യാഹ്വേ YHWH അതാണ് അതിൻ്റെ ടെറ്റാഗ്രമേഷൻ്റെ ട്രാൻസ്ലിട്രേഷൻ. അപ്പോൾ YHWH യാഹ്വേ എന്ന് കാണുകയാണ്. യോദ് ഹേ വൗ ഹേ ഈ അക്ഷരങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും ഉച്ചരിക്കാൻ പാടില്ല. കാരണം അത് ദൈവത്തിൻ്റെ നാമമാണ്. അത് നിങ്ങൾ വൃഥാ എടുക്കാൻ പാടില്ല. പകരം ആ സ്ഥാനത്ത് വീര്യം കുറഞ്ഞ ഒരു പദം ഉപയോഗിച്ചാണ് യഹൂദന്മാർ ഈ പദത്തെ അഡ്രസ്സ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ യാഹ്വേ എന്ന് അവർ അവരുടെ തനാക്കിൽ, തോറയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കണ്ടാൽ അവർ ഒരിക്കലും യാഹ്വേ എന്ന് വായിക്കില്ല. മറിച്ച് യജമാനൻ അല്ലെങ്കിൽ മാസ്റ്റർ, അധിപതി, ഭർത്താവ്, കാന്തൻ എന്നൊക്കെ എൽഡർ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമുണ്ട്, അദോണായ്. ഈ അദോണായ് എന്ന പദമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇംഗ്ലീഷിലെ അഡോണായ്, ശരിക്കും പ്രൊനൗൺസിയേഷൻ അദോണായ് ആണ്. ഈ അദോണായ് വേണം ഉച്ചരിക്കാൻ. അപ്പോൾ അദോണായ്ക്കൊരു പ്രശ്നമുള്ളത്, അദോണായ് എന്ന പേര് ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം, അതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് അധ്യാപകനെ വിളിക്കാം, ദാസന് യജമാനെ വിളിക്കാം, മനുഷ്യന് ദൈവത്തെയും വിളിക്കാം. അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ടാക്കും. ഈ എഴുതി വച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നൊരു ചിന്ത വരും. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ അദോണായ് എന്ന് എഴുതാൻ പാടില്ല. അദോണായ് എന്ന് എഴുതുന്ന സന്ദർഭത്തിൽ എഴുതാം ഇത് യജമാനനാണോ ഒരാളുടെ ഭർത്താവിനെയാണോ ആരെയാണ് പറഞ്ഞതെന്ന് വരും തലമുറയ്ക്ക് സംശയം വരാതിരിക്കാൻ നിങ്ങൾ എഴുതുമ്പോൾ അത് കൃത്യം യാഹ്വേ എന്ന് തന്നെ എഴുതിയിരിക്കണം. പക്ഷെ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ യാഹ്വേ എന്ന് ഉച്ചരിക്കരുത്, അദോണായ്. ഇന്നും യഹൂദൻ ഈ ശീലമാണ് തുടരുന്നത്. അവരൊരിക്കലും ദൈവത്തെക്കുറിച്ച് നമ്മൾ ഷേമ വളരെ പ്രസിദ്ധമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നുണ്ടെന്ന് പറയാം. ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ഇംഗ്ലീഷും ഒക്കെ പഠിച്ചിട്ടാണ്, നമ്മുടെ ഉച്ചാരണം അത്ര കറക്റ്റുമല്ല. ഷേമ ഇസ്രയേൽ, യാഹ്വേ
എലോഹിനു യാഹ്വേ എഹാദ്. ഇതിൽ യാഹ്വേ യാഹ്വേ എന്ന് നമ്മൾ പറയാറുണ്ട്. കേൾക്കുക, ആവർത്തനം 6:4 ഞാൻ വായിച്ചത്. അല്ലയോ ഇസ്രായേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ എന്നാണല്ലോ പറയേണ്ടത്. പക്ഷേ ഒരു കാരണവശാലും ഇന്ന് പോലും ഒരു യഹൂദൻ യാഹ്വേ എന്ന് പറയാറില്ല, അദോനായ് എന്നാണ് പറയുക. ആ അദോനായുടെ കൃത്യതയാർന്ന വിവർത്തനമാണ് ഇംഗ്ലീഷിൽ ലോർഡ് എന്നും മലയാളത്തിൽ കർത്താവ് എന്നും കാണുന്നത്. അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ശരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ യാഹ്വേ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. പുതുനിയമത്തിന്റെ വക്താക്കളായ നമുക്ക് യാഹ്വേ എന്ന് ഉച്ചരിക്കാൻ യാതൊരു മടിയുമില്ല, യാതൊരു ആവശ്യവുമില്ല, യാതൊരു പ്രയാസവുമില്ല. എന്താണ് എൻ്റെ കാരണം? നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് വരാൻ പുത്രനായ യേശുക്രിസ്തു ഒരുക്കി തന്ന രക്ഷാകരണ പദ്ധതിയിലൂടെ കിട്ടിയ ആ സ്വാതന്ത്ര്യ നിമിത്തം പിതാവാം ദൈവം നമുക്ക് രക്ഷകൻ മാത്രമല്ല, വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല, മറിച്ച് പുത്രനെ നമുക്ക് ദാനമായി നൽകിയവൻ മാത്രമല്ല, അവിടുന്ന് പുത്രൻ മുഖാന്തരം നമുക്ക് നമ്മുടെ കൂടി പിതാവായി മാറുകയാണ്. ആ പിതാവിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നിമിത്തം യാഹ്വേ എന്ന് വിളിക്കാം, ദൈവം എന്ന് വിളിക്കാം. ഈ ദൈവം എന്ന പദം സത്യത്തിൽ ഡെയ്റ്റി, ദൈവത്വം എന്ന അർത്ഥത്തിനാണ് DEIT. ദൈവത്വവും ഡെയ്റ്റിയും തമ്മിൽ ആ സ്പെല്ലിംഗ് കൊണ്ടുള്ള ആ സിമിലാരിറ്റി നിങ്ങൾ ഓർത്ത് നോക്കുക. ഇതൊക്കെ തന്നെ സത്യത്തിൽ പരിഭാഷയിൽ കാണിക്കേണ്ട ജാഗ്രതയുടെ ഒരവാകത നിലനിൽക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞു പോയാൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ കാരണം ചില സംബന്ധിച്ചോളം ഈ ക്ഷിപ്ര വിശ്വാസികൾക്ക് ഈ പരിഭാഷയ്ക്കുള്ളിൽ ഈ കാണുന്നതാണ് നേരെ ദൈവം കൊടുത്തത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും ആൾ ധരിച്ചിട്ടുണ്ട് ഈ ബൈബിളാകട്ടെ ഖുറാനാകട്ടെ അത് ദൈവം ഇങ്ങനെ പറഞ്ഞ് നേരെ, അങ്ങനെ ദൈവം ഒരു കൃതിയും പറഞ്ഞ് ആ രൂപത്തിൽ ചെയ്യിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെയൊക്കെ പിന്നിലെ ഖുറാനാണെങ്കിലും ബൈബിളാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും രാമായണമാണെങ്കിലും ഏതൊന്നും മനുഷ്യനാൽ വിരചിതമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ബൈബിളിലേക്ക് തന്നെ വരാം. ബൈബിൾ ചിന്തകളെ അങ്ങനെ പരതിയാൽ ഒന്ന് മനസ്സിലാകുന്നു, ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ രേഖപ്പെടുത്തിയാണത്. അത് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ അതിൻ്റെ വാക്കുകളും അക്ഷരങ്ങളും എല്ലാം കൃത്യമായിട്ട് ദൈവം പറഞ്ഞിട്ട് അതേപടി എഴുതി വെച്ചു എന്ന് നമുക്ക് ഇൻസ്പിറേഷനെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. നമ്മളതിൽ കാണുന്നത് കൃത്യമായിട്ട് ബൈബിള് മനുഷ്യൻ ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഭാഷ മനുഷ്യൻ്റെ, ശൈലി മനുഷ്യൻ്റെ, അരുളപ്പാട് ദൈവത്തിൻ്റെ. അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ മനുഷ്യന് വേണ്ടി ആത്മനിയോഗം പ്രാപിച്ചിട്ട് എഴുതിയതാണ് ബൈബിള്. അങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഈ പരിഭാഷയിൽ ജാഗ്രത വേണം എന്നതിൻ്റെ വലിയ തെളിവാണ് ഒരു ജാതീയ ദേവനായ അള്ളാഹുവിൻ്റെ പേര് ദൈവത്തിൻ്റെ പേരായിട്ട് പരാമർശിച്ചിരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ബൈബിളിൽ കാണുന്ന തെറ്റ് തന്നെയാണ്. അത് പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്, അവ തിരുത്തേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ പഠനം ഈ വാക്കോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് പറഞ്ഞവയുടെ ഉള്ളടക്കം നിങ്ങൾ ഗ്രഹിച്ച് കാണും. ഇത് ബഹുമാനപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കൾക്കും കൈമാറുക. അവർക്ക് ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ ദൈവം വഴിയും സാഹചര്യം ഒരുക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.